ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി, മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തശ്ശി. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നെ ഈ കണിമംഗലത്തിന്റെ അകത്ത് മുത്തശ്ശി എത്തിക്കുമെന്ന്? ഇനിയല്ല, നിന്റെ കയ്യില. രാധികയെ അടിച്ചു പുറത്താക്കുവോ കൊല്ലുകോ എന്താന്ന് വെച്ചാ നീ ചെയ്തു. നിനക്ക് ബുദ്ധിയില്ലല്ലോ. മാനസിക നില തെറ്റിയെന്ന് കോടതി തന്നെ കണ്ടെത്തിയ ആളല്ലേ നീ. എടി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വക്കീലിനെ വിളിച്ചു ചോദിച്ചിരുന്നു. അയാള് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. എന്നാലും മുത്തശ്ശി ഇവിടെ വരുന്നത് കണ്ടാ എല്ലാവർക്കും സംശയം ഉണ്ടാവും. പ്രത്യേകിച്ച് ആ വരുണും സൂര്യക്കും. പിന്നെ ഞാൻ നിന്റെ ഫോണും കൊണ്ട് വന്നതാ. അതില്ലെങ്കിൽ പ്രശ്നമാ. പിടിച്ചോ. പിന്നെ ഒരു കാര്യം പറയാം. നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുള്ള കാര്യം ഒരാളും അറിയാൻ പാടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശി. എന്നാലും ആ പെട്രോൾ ഒഴിച്ച് മുത്തശ്ശിയുടെ പ്രകടനം ഉണ്ടല്ലോ, അതിലെല്ലാരും ഞെട്ടി കേട്ടോ. ഇപ്പോഴും എന്നെ കാണുമ്പോ എല്ലാവരും പേടിയോടെ നോക്കുന്നേ. എടി, മുത്തശ്ശി നിന്നോട് പറഞ്ഞിട്ടില്ലേ, മുത്തശ്ശി ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാ മോളെ. നിനക്ക് വേണ്ടിയാന്ന് കത്തിത്തീരേണ്ടി വന്നാലും കത്തിത്തീർന്നേനെ. എന്നിട്ട് പറ, ആരോടെങ്കിലും ഇത്തിരിയെങ്കിലും അടുപ്പം ഉണ്ടാക്കാൻ പറ്റുമോ നിനക്ക്? ഏട്ടത്തി പഴയ സ്റ്റാൻഡ് തന്നെയാ, ഒരു മാറ്റവും ഇല്ല. ഞാനൊന്ന് കൂട്ടുകൂടാൻ ശ്രമിച്ചാ കൂടെ ഇങ്ങ് പോരും. പക്ഷേ അത് പോരാ മുത്തശ്ശി. പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ എന്റെ കൂടെ കിട്ടണം. അങ്ങനെ ഒരാൾ ആരാ? മനസ്സിനൊരാട്ടം ഉള്ളതേ അമ്മയ്ക്കാ. പത്മിനിക്കോ? അതെ, അമ്മയെ തന്നെയാ ഞാൻ നോട്ടം വെച്ചിരിക്കുന്നെ. പതുക്കെ പതുക്കെ അമ്മയുടെ മനസ്സിൽ കയറി പറ്റണം. അമ്മയുടെ പ്രിയപ്പെട്ടവളാവണം. കണിമംഗലത്ത് നിന്ന് മറ്റുള്ളവരെന്നെ പുറത്താക്കാൻ ശ്രമിച്ചാലും അമ്മ അതിനെ എതിർക്കണം. അതാ മുത്തശ്ശി പറഞ്ഞത്, കാര്യങ്ങൾ ഇനിയെല്ലാം നിന്റെ മിടുക്കുപോലെ ആയിരിക്കുമെന്ന്. വിട്ട് കളയല്ലേടി മോളെ. ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചതിനുള്ള പ്രതികാരം ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നീ കണിമംഗലത്തുകാരോട് ചെയ്യണം. എന്റെ മുത്തശ്ശി, കുറച്ചു കാലം ഭ്രാന്തിയായില്ലേ? അതിന്റെ പേരിൽ മരുന്ന് കഴിക്കേണ്ടി വന്നില്ലേ? ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നില്ലേ? വിട്ടു കൊടുക്കില്ല മുത്തശ്ശി. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കും. എന്നാ മുത്തശ്ശി പോട്ടെ, നീ നിന്റെ മുറിയിലേക്ക് പോയിക്കോ. പിന്നെ നിന്റെ കൊച്ചുപിള്ളാരുടെ കളിയുണ്ടല്ലോ, അത് അസലായിട്ടുണ്ട്. ഒരാൾക്ക് നിന്റെ നേരെ ചീത്തവാക്കും പറയാൻ തോന്നില്ല, കൈ ഉയർത്താനും തോന്നില്ല. എന്നാ മുത്തശ്ശി പൊക്കോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുത്തശ്ശി ഒരൊറ്റ വിളി വിളിച്ചാ മതി. ഇപ്പൊ കഴിഞ്ഞതിനേക്കാൾ കൂടിയത് മുത്തശ്ശി വന്ന് കാണിച്ചോളാം. പോട്ടെ മോളെ. ശരി മുത്തശ്ശി, പോട്ടെ. ശരി.